ഗംഭീരമായ സമ്മേളനമാണ്. കൊല്ലത്തിൻ്റെ ആ തൊഴിലാളി വർഗ പാരമ്പര്യം ഒക്കെ തന്നെ വിളിച്ചോതുന്ന ഒരു നല്ല സമ്മേളനമാണ്. വളരെ ചിട്ടയോടുകൂടിയുള്ള സമ്മേളനമാണ് ഇപ്പോൾ കൊല്ലത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. കാട്ടൂർക്കട എന്ന നോവലിനെ പറ്റിയിട്ട് അതൊരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ജീവിതമൊക്കെ ആയിരുന്നല്ലോ അതിനകത്ത് പ്രമേയമായി വരുന്നത് നോവലിനെ പറ്റി. കാട്ടൂർക്കട നോവല് ഇപ്പോൾ നന്നായിട്ട് വായിക്കപ്പെടുന്നുണ്ട്. അത് കേരളത്തിലെ ഈ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ടല്ലോ, പൊതു പ്രസ്ഥാനത്തിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ള ആൾക്കാർ. അപ്പോൾ അവരൊക്കെ അനുഭവിക്കുന്ന അന്തർസംഘർഷങ്ങളും ജീവിത പ്രതിസന്ധികളൊക്കെ തന്നെ ചിത്രീകരിക്കുന്ന നോവലാണ്. ഇത് പ്രധാനമായിട്ടും ഞാനൊക്കെ ജീവിച്ചു വളർന്ന ഒരു പ്രദേശം, അതാണ് കാട്ടൂർ എന്ന് പറയുന്നത്, കാട്ടൂർക്കടവ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ കേരളത്തിലെ ആ കാലഘട്ടത്തിലൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അനുഭവമായിരുന്നു. അന്ന് കുട്ടിക്കാലം മുതലേ തന്നെ ഞാനൊരു പാർട്ടി പ്രവർത്തകരുടെ കുടുംബത്തിലാണ് ജനിച്ചു വളർന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആ കാലഘട്ടത്തിലെ ഓർമ്മകളൊക്കെ വെച്ചിട്ടാണ് അതിൻ്റെ ഒരു അടിസ്ഥാനപരമായിട്ട് ആ നോവലിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ പ്രധാനമായിട്ടും സമകാലീന ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടാണ് നോവൽ വരുന്നത്. നമ്മുടെ സമൂഹത്തിൽ പലതരത്തിലുള്ള യുവാക്കൾ പലപ്പോഴും അവരെ വിമർശിക്കാറുണ്ട്. അവരിൽ പലർക്കും പലതരത്തിലുള്ള മാനസികമായിട്ടുള്ള പലതരം പ്രശ്നങ്ങളുണ്ട്. അതുപോലെ തന്നെ പല വിരുദ്ധ ശക്തികളുടെ കയ്യിലൊക്കെ ഉപകരണങ്ങളാകുന്നു, സ്വയം നശിക്കുന്നു എന്നൊക്കെ പറയാറുണ്ടല്ലോ നമ്മൾ. അപ്പോൾ ഞാൻ അവരെങ്ങനെ അപഗ്രഥിച്ചിട്ട് അതിലിപ്പോൾ ഒരു കഥാപാത്രം ദിമിത്രി എന്ന് പറഞ്ഞിട്ടുള്ള കഥാപാത്രം, അയാൾ കൈക്കൂലിക്കാരനാണ്, അഴിമതിക്കാരനാണ്, പലതരത്തിലുള്ള സമൂഹത്തോട് മുഖം തിരിഞ്ഞ് നിൽക്കുന്ന ആളാണ്. പക്ഷേ അയാളെ നമ്മളങ്ങനെ അവഗണിക്കാൻ പറ്റില്ല. കാരണം അത്തരത്തിലുള്ള ആൾക്കാരൊക്കെ സൃഷ്ടിക്കുന്നതിൽ നമ്മുടെ സമൂഹത്തിനും ഒക്കെ തന്നെ പങ്കുണ്ട് എന്നുള്ളൊരു ചിന്താഗതിയോടുകൂടിയാണ് ആ നോവൽ എഴുതിയിട്ടുള്ളത്. എഴുത്തുകാരുടെ കൈക്ക് ചെങ്ങലയിടുന്ന എഴുത്തുകാരുടെ കൈകൾക്ക് ചെങ്ങലയിടുന്ന ഒരു സർക്കാരാണ് രാജ്യം ഭരിക്കുന്നത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു ഫാസിസ്റ്റ് അധികാര സ്വഭാവം കാണിക്കുന്ന ഗവൺമെൻറ് ഭരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരു സാഹിത്യകാരൻ്റെ സമൂഹത്തിലെ പ്രാധാന്യം എത്രത്തോളമാണ്? സാഹിത്യകാരൻ എങ്ങനെയൊക്കെയാണ് ഈ സമൂഹത്തിൽ ഇടപെടേണ്ടത്? അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കഴിഞ്ഞ 9 വർഷമായിട്ട് 11 വർഷമായിട്ട് 2014 മുതൽ ഉണ്ടായിട്ടുള്ള ഒരു മാറ്റം എന്ന് പറയുന്നത്, ഇപ്പോൾ ഇലക്ഷനിലൊക്കെ പലപ്പോഴും മാറ്റങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഒരു പാർട്ടി പോയി വേറൊരു പാർട്ടിയൊക്കെ വരും എന്ന് പറയാം. പക്ഷേ അങ്ങനെ ഒരു മാറ്റമല്ല ഇത് നമ്മുടെ ആയിരക്കണക്കിന് കൊല്ലത്തെ സാംസ്കാരിക ചരിത്രത്തിൽ ഇന്ത്യയുടെ നമ്മളെ വളരെ അഭിമാനത്തോടു കൂടി പറയുന്ന മഹത്തായ ഒരു സാംസ്കാരിക ചരിത്രത്തിൽ തന്നെ ഒരു അപഭ്രംശം ഉണ്ടാകുന്ന മാറ്റമാണ് ആ കാലഘട്ടത്തിലുണ്ടായത് 2014. ഉദാഹരണത്തിന് ഇപ്പോൾ സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം ദേശീയ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളും നേതാക്കന്മാരും അവരുടെ പിന്തുടർച്ചക്കാരാണല്ലോ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്നത്. പല പാർട്ടികളും വന്നിട്ടുണ്ട്. ഇപ്പോൾ കോൺഗ്രസ് ഉണ്ടായിരുന്നു, ജനതാ പാർട്ടി വന്നു, സോഷ്യലിസ്റ്റ് വിഭാഗത്തിൽ നിന്നുള്ള ആൾക്കാരുണ്ടായിരുന്നു. അതുപോലെ തന്നെ പ്രതിപക്ഷത്ത് ഒരു ഭാഗത്ത് AK ഗോപാലൻ, ഒരു ഭാഗത്ത് പ്രതിപക്ഷ നേതാവായിട്ട് AK ഗോപാലൻ, പ്രധാനമന്ത്രിയായിട്ട് ജവഹർലാൽ നെഹ്റു. പക്ഷേ അവരൊക്കെ പല വ്യത്യസ്ത പാർട്ടിക്കാരും എതിരഭിപ്രായമൊക്കെ ഉള്ള ആൾക്കാരാണെന്ന് വെച്ച് കഴിഞ്ഞാലും അവർക്കൊക്കെ തന്നെ ജനാധിപത്യത്തെ സംബന്ധിച്ചും മതേതരത്വത്തെ സംബന്ധിച്ചൊക്കെ തന്നെ നിലപാടുകളിൽ ഒരു വലിയ ഐക്യമുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ പിന്തുടർച്ചക്കാരാണ്, അല്ലെങ്കിൽ ദേശീയ പ്രസ്ഥാനം നയിച്ചിരുന്നവരാണ്. പക്ഷേ 2014 മാറ്റം എന്ന് പറയുന്നത് വന്നത് ദേശീയ പ്രസ്ഥാനത്തിന് ഘടകവിരുദ്ധമായ, അതിനേക്കാൾ അപ്പുറത്ത് പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ മഹത്തായ ജനാധിപത്യ മതേതര പാരമ്പര്യം, ശ്രീബുദ്ധൻ്റെയും അതുപോലെ തന്നെ വിവേകാനന്ദൻ്റെയും ശ്രീനാരായണ ഗുരുവിൻ്റെയും ഒക്കെ തന്നെയുള്ള ആ ഒരു മഹനീയ പാരമ്പര്യം, അതിന് തികച്ചും വിരുദ്ധമായിട്ടുള്ള ഒരു ഹിന്ദുത്വ ശക്തി, നവബ്രാഹ്മണിസം, നവഫാസിസത്തിൻ്റെ തന്നെ മറ്റൊരു രൂപമായിട്ടുള്ള ശക്തിയാണ് അധികാരത്തിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ശക്തി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അവരേറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് ഏത് അമിതാധികാര ശക്തിയും, പ്രത്യേകിച്ച് നമ്മുടെ ഈ നവബ്രാഹ്മണ്യ ശക്തികൾ, നവഹിന്ദുത്വ ശക്തികൾ, അവരേറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് സാംസ്കാരിക പ്രവർത്തനത്തെയാണ്. കാരണം അത് ജനാധിപത്യത്തിൻ്റെ ഒരു രൂപമാണ്. സാംസ്കാരിക പ്രവർത്തനം, എഴുത്ത്, കല, സാഹിത്യം, പാട്ട്, സംഗീതം എന്നൊക്കെ പറയുന്നത്, സിനിമ എന്നൊക്കെ പറയുന്നത് ജനാധിപത്യത്തിൻ്റെ ഒരു രൂപമാണ്. അപ്പോൾ അത് അവർക്ക് സഹിക്കാൻ കഴിയില്ല. അതവർ തകർക്കാൻ ശ്രമിക്കും. അത് തകർക്കാനുള്ള ശ്രമം വളരെ ശക്തമായിട്ട് നടക്കുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇത് അവർ പിടിച്ചെടുക്കുന്നത് മീഡിയയാണ്. മീഡിയനെ മുഴുവൻ തങ്ങൾക്ക് വിധേയമാക്കാനായിട്ടുള്ള പരിശ്രമമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് മീഡിയയുടെ മുതലാളിമാരെയാണ് അവർ പിടിച്ചുകൂട്ടിയത്. അവർക്ക് സാധാരണ സ്വാഭാവികമായിട്ടും അവർക്ക് പലതരം ബിസിനസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ബിസിനസ്സിലൊക്കെ സംബന്ധിച്ച് കേസുകൾ ഉണ്ടാക്കിയിട്ട് അവരെ ഭയപ്പെടുത്തിയിട്ട് അവരുടെ ഒപ്പം നിർത്തുക.
പത്രപ്രവർത്തകരെ ഭയപ്പെടുത്തി കൂടെ നിർത്തുക, ഭയപ്പെടാതെ തങ്ങളുടെ കൂടെ വരാത്ത ആൾക്കാരെ ആക്രമിക്കുക, അവരെ ജയിലിലടയ്ക്കുക, അവരെ ഭീഷണിപ്പെടുത്തുക. ഇന്ന് പല പത്രപ്രവർത്തകരും ജയിലിലാണ്. നമ്മുടെ ഇന്ത്യൻ ജയിലുകളിൽ ഒരുപക്ഷെ കള്ളന്മാരെക്കാൾ കൂടുതൽ എഴുത്തുകാരും പൗരാകാശ പ്രവർത്തകരും പത്രപ്രവർത്തകരാണെന്നുള്ളത്. അപ്പോൾ അത് എഴുത്തിൻ്റെ സമസ്ത മേഖലകളെ ബാധിച്ചിരിക്കും, സിനിമയെ ബാധിച്ചിരിക്കുന്നു. പലപ്പോഴും സിനിമ പിടിക്കുന്നതിന് മുമ്പ് ഈ ഹിന്ദുത്വ ഫാസിസ്റ്റ് ശക്തികളുടെ മുമ്പാകെ കൊണ്ടുപോയിട്ട് സ്ക്രിപ്റ്റ് സമർപ്പിക്കേണ്ട ഗതികേട് പോലും ഇന്ത്യയിലെ സിനിമാ പ്രവർത്തകർക്കുണ്ട്. നോവലെഴുത്തുകാരും എഴുത്തുകാരും ഒക്കെ തന്നെ അത്തരത്തിലുള്ള ഒരു ഭീഷണിയുടെ നിഴലിലാണുള്ളത്. ഇടതുപക്ഷ പ്രസ്ഥാനവും എഴുത്തുകാരെയും രണ്ടായി കാണാൻ പറ്റില്ല. കാരണം ഇടതുപക്ഷ പ്രസ്ഥാനത്തിനോടൊപ്പം തന്നെ എല്ലാ കാലത്തും സാഹിത്യകാരന്മാരും ചേർന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ എങ്ങനെയാണ് സാഹിത്യകാരന്മാരെ ട്രീറ്റ് ചെയ്യുന്നത്? കാരണം ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് പലപ്പോഴും ശക്തി പകരുന്നത് സാഹിത്യകാരന്മാരാണ്. അപ്പോൾ പ്രസ്ഥാനവും സാഹിത്യകാരന്മാരും തമ്മിലുള്ള ഒരു ബന്ധം അതെങ്ങനെയാണ്? സാഹിത്യം എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഇടതുപക്ഷമാണ്. അതായത് നമ്മളിപ്പോൾ വലതുപക്ഷം ഇടതുപക്ഷം എന്ന് പറയുമ്പോൾ അതിൽ ക്രിയാത്മകമായിട്ടുള്ള അല്ലെങ്കിൽ ജനകീയമായിട്ടുള്ള അല്ലെങ്കിൽ വ്യത്യസ്ത അല്ലെങ്കിൽ അടിച്ചമർത്തപ്പെട്ട് കിടക്കുന്ന ഇതുവരെ ശ്രദ്ധ അർഹിക്കാത്ത ജനജീവിതത്തിൻ്റെ ഒരു പ്രാതിനിധ്യമാണല്ലോ ഇടതുപക്ഷം എന്ന് പറയുമ്പോൾ. അതിനങ്ങനെ വ്യാഖ്യാനിക്കുമല്ലോ. അങ്ങനെ വ്യാഖ്യാനിക്കുമ്പോൾ പൊതുവെ എഴുത്ത് ഒരു കാലഘട്ടത്തിലും വലതുപക്ഷമല്ല, എഴുത്ത് ഒരു ഇടതുപക്ഷമാണെന്ന്. എഴുത്ത് മാത്രമല്ല, എഴുത്ത് കലകളൊക്കെ തന്നെ യഥാർത്ഥ എഴുത്തും കലകളും. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും എഴുത്തുകാരെല്ലാ കാലഘട്ടത്തിലും കലാകാരന്മാരെല്ലാ കാലഘട്ടത്തിലും ശരിയായ കലാകാരന്മാർ എല്ലാ കാലഘട്ടത്തിലും എഴുത്തുകാർക്കൊപ്പം ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കാറുണ്ട്. അത് ഇടതുപക്ഷത്തിൻ്റെ രൂപങ്ങൾ പലപ്പോഴും മാറാറുണ്ട്. ഇടതുപക്ഷം ഇപ്പോൾ എല്ലാ കാലഘട്ടത്തിലും ഇടതുപക്ഷം ഉണ്ടെന്ന് പറയുമ്പോൾ ചില കാലഘട്ടങ്ങളിൽ വേറെ രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ പേര് വേറെ ആയിരിക്കും. പക്ഷേ ആ ഒരു ഇടതുപക്ഷ സ്വഭാവം അതിൻ്റെ ഒപ്പം എപ്പോഴും എഴുത്തുകാരുണ്ടായിരിക്കും. മാത്രമല്ല നമ്മുടെ എഴുത്തുകാരൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അധികാരം. അതായത് അധികാരം എന്ന് പറയുമ്പോൾ പല ആൾക്കാരും അതിനെ വ്യാഖ്യാനിക്കാറ് അധികാരം എന്ന് പറയുമ്പോൾ പഞ്ചായത്ത് മെമ്പറും അധികാരമാണ്, അതുപോലെ തന്നെ വില്ലേജ് ഓഫീസറും അധികാരമാണ്, അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ് അധികാരമാണ്. അങ്ങനെയുള്ള അധികാരമല്ല, അങ്ങനെ ലളിതമായിട്ട് കാണാൻ പറ്റില്ല. ഭരണവർഗം എന്നുള്ളതാണ് പ്രശ്നം. ഭരണവർഗം ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഭരണവർഗം? അതിൻ്റെ പ്രതിനിധി നമ്മുടെ കേന്ദ്രം ഭരിക്കുന്ന കക്ഷിയാണ്. അപ്പോൾ ആ രീതിയിലുള്ള അധികാരത്തിനെതിരായിട്ട് നിൽക്കുക എന്നുള്ളത് വൈലോപ്പിള്ളി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ എന്നും ഒരു സവർണ പ്രതിപക്ഷം എന്ന് പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഒരിക്കലും അധികാരത്തിൻ്റെ ഭാഗത്ത് നിൽക്കില്ല എന്ന് പറയുന്നത് ഈ ഒരർത്ഥത്തിലാണ്. യഥാർത്ഥ അധികാരത്തെ കണ്ടെടുക്കുക എന്നുള്ളതും കൂടി സാഹിത്യത്തിൻ്റെ ഒരു ധർമ്മമാണ്. യഥാർത്ഥ ജനകീയ പക്ഷത്തെ തിരിച്ചറിയുക. ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഹിന്ദുത്വത്തിനെതിരായിട്ട് ക്രിയാത്മകമായ ഹിന്ദുത്വ ഭരണത്തിനെതിരായിട്ട് അതിൻ്റെ ഭീകരതകൾക്കെതിരായിട്ട് ക്രിയാത്മകമായ പോരാട്ടങ്ങൾ നടത്തുന്ന ശക്തികളെ തിരിച്ചറിയാതിരിക്കാൻ വേണ്ടിയുള്ള പല തന്ത്രങ്ങളും മീഡിയയൊക്കെ നടത്തുന്നുണ്ട്, വലത് മീഡിയ. പക്ഷേ അത്തരം പൊതുബോധങ്ങളെയൊക്കെ തന്നെ അതിലംഘിച്ചുകൊണ്ട് യഥാർത്ഥ വസ്തുതകൾ തിരിച്ചറിയുക എന്നുള്ളൊരു ഉത്തരവാദിത്വം എഴുത്തുകാരനുണ്ട്. അത് മലയാളത്തിലെ എഴുത്തുകാർ പുലർത്തുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം പൊതുമണ്ഡലത്തിൽ നിരന്തരം മാധ്യമങ്ങൾ വ്യാജവാർത്തകൾ ഇങ്ങനെ പടച്ചു വിട്ടുകൊണ്ടേയിരിക്കുകയാണ്. പലപ്പോഴും പാർട്ടിക്ക് നേരിട്ട് ഇറങ്ങി വന്ന് ഇതിനെയൊക്കെ പൊളിച്ചെടുക്കേണ്ട അവസ്ഥകളൊക്കെ ഉണ്ടാകുന്നുണ്ട്. സത്യം പറയാതെ അർദ്ധസത്യങ്ങളും അസത്യങ്ങളും മാത്രമാണ് കൂടുതൽ മാധ്യമങ്ങൾ വിളമ്പുന്നത്. പക്ഷേ ആ സമയത്ത് ഈ അസത്യങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ആണെങ്കിൽ മോദി സർക്കാർ ഫെഡറലിസത്തെ അപ്പാടെ തകർത്തുകൊണ്ട് സംസ്ഥാനത്തിന് കിട്ടാനുള്ള നികുതി വിഹിതമൊക്കെ തടഞ്ഞു വയ്ക്കുകയും കൃത്യമായി നൽകാതിരിക്കുകയൊക്കെ ചെയ്യുന്ന കാലഘട്ടമാണ്. പക്ഷേ ഈ കാലഘട്ടത്തിൽ കൃത്യമായൊരു വികസനം കേരളത്തിലേക്ക് കൊണ്ടുവരാൻ രണ്ട് ഇടതുപക്ഷ സർക്കാരുകൾക്കും കഴിഞ്ഞു. ഇനി ഈ വികസനത്തിൻ്റെ തുടർച്ചയായി ഒരു മൂന്നാം ഇടതുപക്ഷ സർക്കാർ കേരളത്തിൽ അധികാരത്തിലെത്തില്ലേ? തീർച്ചയായിട്ടും അങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വേറെ ഓപ്ഷനില്ലേ കേരളത്തിൽ. ഇപ്പോൾ തെരഞ്ഞെടുപ്പുകളിൽ ജനങ്ങളെടുക്കുന്ന സമീപനം ഇപ്പോൾ 2019 നമുക്കറിയാം ലോക്സഭ ഇലക്ഷൻ നടന്നു. അപ്പോൾ ആ കാലഘട്ടത്തിൽ LDFന് അനുകൂലമായുള്ള നിലപാടല്ല അന്ന് എടുത്തത്. കോൺഗ്രസ് മുന്നണിക്ക് അനുകൂലമായിട്ട് UDFന് അനുകൂലമായിട്ട്. പക്ഷേ വർഷം നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും പിന്നീട് വർഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതിഗംഭീര ഭൂരിപക്ഷത്തോടു കൂടി LDFന് അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയാണ് ചെയ്തത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങൾക്ക് മറ്റൊരു ഓപ്ഷനില്ല കേരളത്തെ സംബന്ധിച്ചിടത്തോളം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങൾ ആത്മരക്ഷാർത്ഥമാണ് LDFന് വോട്ട് ചെയ്യുന്നത്. അവർക്കൊരു പക്ഷേ അവരെല്ലാവരും കമ്മ്യൂണിസ്റ്റുകാരോ എല്ലാവരും സോഷ്യലിസ്റ്റുകാരോ അല്ലെങ്കിൽ എല്ലാവരും ഒരു ഇടതുപക്ഷ മനസ്ഥിതിയുള്ളവരാണെന്നൊന്നും പറയാൻ പറ്റില്ല കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ അവർക്കും ജീവിച്ചു പോകണ്ടേ. അവർക്ക് വരാൻ പോകുന്നത് ഇപ്പോൾ കോൺഗ്രസ് UDF അല്ലെങ്കിൽ അതുപോലുള്ള ശക്തികളൊക്കെയാണ് അധികാരത്തിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങൾക്കൊരു അനുഭവം ഉണ്ടേ. ജനങ്ങൾക്ക് അവർ ഏത് രീതിയിലാണ് ഇപ്പോൾ പല പ്രശ്നങ്ങളും കേരളത്തിന് അഭിമുഖീകരിക്കേണ്ടി വരും.
ഇപ്പോൾ നമുക്കുണ്ടായാലും പ്രളയം ഉണ്ടായി, 2 പ്രളയം ഉണ്ടായി, അതുപോലെ തന്നെ കോവിഡ് ദുരന്തം, അതുപോലുള്ള സംഗതികൾ, അതുപോലെ തന്നെ പ്രകൃതി ദുരന്തങ്ങൾ, ഇങ്ങനെയുള്ള അരക്ഷിതാവസ്ഥകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സർക്കാർ ഏതാണെന്നുള്ളത് ഇത്രയും കാലത്തെ ചരിത്രത്തിൽ നിന്ന് മലയാളി ഒരു പാഠം പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ UDF പോലുള്ളൊരു സംവിധാനം അധികാരത്തിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വലിയ അഴിമതിയായിരിക്കും നടക്കുക. ഏറ്റവും പ്രധാനപ്പെട്ടത് അതാണ്. മാത്രമല്ല അവർക്ക് ഏറ്റവും വലിയൊരു പരിമിതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാമൂഹ്യ വികസനത്തെ സംബന്ധിച്ച്, ജനങ്ങളുടെ ജീവിതത്തെ സംബന്ധിച്ച്, മനുഷ്യ അനുഭവത്തെ സംബന്ധിച്ചൊന്നും തന്നെ ഒരു പഠനമോ പരിപാടിയോ ഇല്ല. ഇപ്പോൾ നമ്മൾ നോക്കുക, ഇവിടെ നടക്കുന്ന സമ്മേളനം, CPM-ൻ്റെ സംസ്ഥാന സമ്മേളനം, ആ സമ്മേളനത്തിൽ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ നാട്ടിൽ സാമാന്യ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചു കൊണ്ട് നിരവധി അവരുടെ ജീവിത പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കിയ ആളുകൾ വന്നിരുന്നിട്ട് കേരളത്തിൻ്റെ വികസനത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യുകയാണ്. അത്തരത്തിലുള്ളൊരു ഹോംവർക്ക് നടത്തിയിട്ട് കേരളത്തിൻ്റെ പ്രശ്നം എന്താണ്, മനുഷ്യൻ്റെ പ്രശ്നം എന്താണ്, അഭിമുഖീകരിക്കേണ്ട പ്രതിസന്ധി എന്താണ്, എങ്ങനെ മുന്നോട്ട് പോകണം, ഇത്തരത്തിലുള്ള പഠനമൊന്നും മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്കുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അത്തരത്തിലുള്ളൊരു പ്രസ്ഥാനത്തെ ജനങ്ങൾ ഓപ്റ്റ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല.